ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള മട്ടൺ പെപ്പർ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കാമെന്ന്. അതിനായിട്ട് ഒരു 1/2 kg മട്ടൺ എടുത്തിട്ടുണ്ട്. അത് കുക്കറിൽ നമ്മൾ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, ഒരു കുടത്തിൻ്റെ പകുതി വെളുത്തുള്ളി ചതച്ചത് ഇപ്പം ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 സൈസ് ലെമൺ നല്ലപോലെ പിഴിഞ്ഞിട്ട് അതിൻ്റെ ജ്യൂസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് അടച്ചു വെച്ച് 4 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ പാകത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ വരും. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുക. പിന്നെ 2 ഉണക്കമുളക്, വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 കപ്പ് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. ചെറിയ ഉള്ളി ചേർത്താലാണ് കൂടുതൽ രുചി ഉണ്ടാവുക നമ്മുടെ ഫ്രൈ. പിന്നെ ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി തൊലിയോടെ ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കണം. ചെറിയ ഉള്ളിക്ക് പകരം സവാള യൂസ് ചെയ്യാം, പക്ഷേ ചെറിയ ഉള്ളിയാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ചെറിയ ഉള്ളി തന്നെ യൂസ് ചെയ്യുക. എന്നിട്ട് ലേശം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഉള്ളി വാടിക്കിട്ടും. എന്നിട്ട് നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഇടയിൽ അപ്പോൾ വിസിലൊക്കെ വന്ന് നമ്മുടെ മട്ടൺ റെഡി ആയോന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ മട്ടൺ ഇതിൽ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിൽ കുറച്ച് ഗ്രേവി ഉണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് വെച്ചിട്ട് നമുക്കൊന്ന് ഈ ഗ്രേവി ഒന്ന് വറ്റിച്ചെടുക്കണം. അത് തുറന്ന് വെച്ചിട്ട് അടുത്ത അടുപ്പിലേക്ക് മാറ്റി വയ്ക്കാം. തുറന്ന് വെച്ചിട്ട് ഒരു 5 മിനിറ്റ്സോളം വെച്ച് കഴിയുമ്പോഴേക്കും ഈ ഗ്രേവിയും കൂടിയും ഒന്ന് പറ്റി കിട്ടും നമുക്ക്. ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ വാടിയിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾക്ക് ഇതിലേക്ക് ഒരു 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ പച്ചമണം മാറുന്ന വരെ നല്ലപോലെ വഴറ്റിയെടുക്കുക. ഇപ്പം നമ്മുടെ മസാലയൊക്കെ വഴന്ന് നല്ലോണം പച്ചമണം മാറിയിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് മട്ടൺ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ മട്ടണിലേക്ക് നല്ലോണം മസാലയൊക്കെ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമ്മൾ കുറച്ചും കൂടെ വെളിച്ചെണ്ണയൊന്ന് തൂവി കൊടുക്കുക. നമ്മൾ മസാല ഉണ്ടാക്കിയപ്പോൾ അധികം വെളിച്ചെണ്ണയൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നല്ലോണം അപ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ തൂവി കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കൂടെ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്. ഇത് വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ്. അത് നല്ല മണമുള്ളതാണ്. പുറത്തുനിന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ ഒരു 1-1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കേണ്ടി വരും. അത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഉലർത്തിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ മട്ടൺ പെപ്പർ ഫ്രൈ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഈ ലാസ്റ്റ് സ്റ്റേജിലും കുറച്ചും കൂടെ ഒന്ന് വെളിച്ചെണ്ണ തൂവി കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മൊരിച്ചെടുക്കുക. ഒട്ടും വെള്ളമയം പാടില്ല.
ആ ഒരു പരുവത്തിൽ റെഡിയാക്കി എടുക്കുക. ലാസ്റ്റ് കറിവേപ്പില തൂവി കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. വളരെ രുചികരമായിട്ടുള്ള മട്ടൺ പെപ്പർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേപോലത്തെ തന്നെ നമുക്ക് വീട്ടിലും ചെയ്തെടുക്കാൻ പറ്റും. വളരെ രുചികരമാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനിത് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയിലൂടെ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.